ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെ പോവാ? എവിടെ പോവാന്ന് പറ. ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണേ. വണ്ടി എപ്പോഴും ഈ റോഡിൽ തന്നെ ഇടുന്നതുകൊണ്ട് ഭയങ്കര പൊടിയാണ്. അതൊന്ന് വാഷ് ചെയ്യാൻ കൊടുക്കണം. പിന്നെ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെയാണ് ഇന്നത്തെ പരിപാടി. ഡിസംബർ മാസത്തിന് പ്രത്യേകതയാണോന്നൊന്നും അറിയത്തില്ല. എറണാകുളത്ത് ഇപ്പോൾ ഭയങ്കര തിരക്കാണ്, പ്രത്യേകിച്ച് സാറ്റർഡേ സൺഡേ. എവറിഡേ ഇപ്പോൾ ക്രിസ്മസ് വൈബാണ്. സ്റ്റാർസും സാന്റാക്ലോസും. കാശിക്കുട്ടിന് വേണ്ടി ക്രിസ്മസ് തീമിലെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ലുലുവിലേക്കാണ് വന്നേക്കുന്നത്. അവധി ദിവസം ആയതുകൊണ്ടായിരിക്കണം ഭയങ്കര തിരക്കായിരുന്നു. അരമണിക്കൂർ കൊണ്ടാണ് പാർക്കിങ്ങിലേക്ക് എത്തിയത്. അത്ര തിരക്കായിരുന്നു ഗൈസ്. അങ്ങനെ നിരങ്ങി വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോയത് ലുലു ഫാഷൻ സ്റ്റോറിലേക്കായിരുന്നേ. ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയതേ ഇല്ല. ഒരു വൈറ്റും റെഡും ഡ്രസ്സും തപ്പി ഞാൻ ഓട്ടമായിരുന്നു. അവസാനം എനിക്ക് വൈറ്റ് ബനിയൻ മാത്രമാണ് അവിടുന്ന് കിട്ടിയത്. ഷോർട്സ് ഉണ്ടായിരുന്നെങ്കിലും കുഞ്ഞിൻ്റെ സൈസിനൊത്തത് കിട്ടിയില്ല. അങ്ങനെ ബില്ല് പേ ചെയ്യാൻ വന്നപ്പോഴും അവിടെ തിരക്ക്. ആ തിരക്കിനിടയിലും കാശുകുട്ടൻ ഒരു ടോയ് കാർ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ടോയ് കാർ വാങ്ങിക്കൊടുത്തതിന് നന്ദി പ്രകടനമാണോ എന്നറിയത്തില്ല, എൻ്റെ കയ്യിൽ നിന്ന് കവറും വാങ്ങി നടക്കുമായിരുന്നു. പിന്നെ അവിടെയുള്ള ക്രിസ്മസ് ട്രീയിലെല്ലാം തൊട്ടും തലോടിയൊക്കെ അങ്ങനെ നടന്നു. എന്ത് രസമായിട്ട് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ബനിയൻ മാത്രമാണ് നമുക്ക് കിട്ടിയത്. ഇനി ഒരു റെഡ് ട്രൗസർ ഒപ്പിക്കണം. അതിനായിട്ട് ഞങ്ങൾ നേരെ ആർ&ബിയിലേക്കാണ് പോയത്. പക്ഷേ ഇവിടെ നിന്നും റെഡ് ട്രൗസർ കിട്ടിയില്ല. അല്ലെങ്കിൽ ഈ മുഹൂർത്തത്തിൽ പോയി നോക്കിയാൽ എവിടുന്ന് കിട്ടാനല്ലേ. ഇനി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് പാരഗണിലേക്ക് പോയപ്പോൾ അവിടെയും നല്ല തിരക്ക്. പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞിനുള്ള ഡ്രസ്സും റെഡ് ആൻഡ് വൈറ്റ് ക്യാപ്പും ഇനി അവൻ്റെ ഫ്രണ്ടിനുള്ള ക്രിസ്മസ് ഗിഫ്റ്റും എവിടെ നിന്ന് വാങ്ങിക്കുമെന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക്. ചായ വരാൻ വൈകും തോറും അവിടെ ഉണ്ടായിരുന്ന ഓരോ സ്നാക്സും ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. ഇത് അവരുടെ സ്പെഷ്യൽ ഫ്രൂട്ട് കേക്കാണെന്നാണ് പറഞ്ഞത്. ആൻഡ് ഇറ്റ്സ് നൈസ്. ഓടി നടന്നതിൻ്റെ ക്ഷീണം കൊണ്ടാണെന്ന് അറിയത്തില്ല, വാമി നേരെ അങ്ങ് കിടന്നു. അപ്പോഴേക്കും നമ്മുടെ ചായ ഇങ്ങ് വന്നായിരുന്നേ. അങ്ങനെ ഞങ്ങൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയി. മഞ്ചേട്ടൻ ഇതിനെപ്പറ്റി കാര്യമായിട്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നേ. പക്ഷെ ഞാൻ ഇങ്ങോട്ട് നോക്കി നിൽക്കുകയായിരുന്നേ. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താല്ലേ വില. ഇവിടെ നല്ല ഭംഗിയിൽ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീണ്ടും വേറൊരു കടയിലേക്ക് പോയി. കുഞ്ഞിനുള്ള ഡ്രസ്സ് വാങ്ങിച്ച് വേഗം വീട്ടിലേക്ക് പോയി. അപ്പൊ അത്രയുള്ള വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു സൂൺ.